ഇതിങ്ങനെ കുന്തിരിക്കും പോയിക്കാനുള്ള കരിയാണത്. കരി അതിങ്ങനെ 12 പീസ് ഉണ്ടാവും. അത് നമ്മൾക്ക് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇങ്ങനത്തെ 12 പീസ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതായിരിക്കും സ്റ്റാൻഡ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കരി കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ കുന്തിരിക്ക് ഇട്ടെടുത്താണ്. അപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് തന്നെ പോകുന്നത്. അത് നമ്മൾ കൈ പിടിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് 1000 മണി ഉണ്ടാവും. 1000 മണിയുടെ ഇത് ഒറ്റ കൊന്തയാണത്. ഒറ്റ കൊന്തയിലാണ് 1000 മണി വരുന്നതാണ്. ആ ഒരു ടൈപ്പ് കൂടെ അവൈലബിൾ ആണ്. ഇതിൽ യേശുവിന്റെ മാതാവിന്റെ ഒക്കെ വെച്ചിട്ടുള്ള നെറ്റിപ്പട്ടങ്ങൾ വലിയ നെറ്റിപ്പട്ടമാണ് യേശുവിന്റെ ഇത് വെച്ചിട്ട് വരുന്നത് കേട്ടോ. ഇതും അത് തന്നെയാണ്. ഇതാ യേശുവിന്റെ രൂപം നടുക്ക് വെച്ചിട്ട് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഏഞ്ചല്, ചെറിയ ചെറിയ ഏഞ്ചലുകളുടെ രൂപങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡല് ഒരു കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ നമുക്ക് കുർബാന സ്വീകരണം അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റിയ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഡിവൈൻ ഗ്രേസിലാണ്. അപ്പോൾ അതായത് നമ്മുടെ ചാലക്കുടി മുരിങ്ങൂരിലുള്ള ഡിവൈൻ ഗ്രേസിലാണ് ഉള്ളത്. ക്രിസ്തീയ ഐറ്റംസുകൾ, അതായത് ക്രിസ്തീയ ഭക്ത ഐറ്റംസുകൾ കിട്ടുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേര് ജോയ് ചേട്ടൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും രണ്ടാമത് നമ്മൾ ഒരു വീഡിയോയും കൂടെ കുറച്ച് ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാനാണ് വന്നിരിക്കണേ. അപ്പോൾ ആൾക്ക് 2 ഷോപ്പുണ്ട്. ഒരെണ്ണം ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും ഒരെണ്ണം ഈ ക്രിസ്ത്യൻ റിലീജിയസ് ഐറ്റംസിൻ്റെ. ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ നമുക്ക് രണ്ടാമത് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ക്രിസ്ത്യൻ റിലീജിയസ് ആയിട്ടുള്ള ഇതുകൾ നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങിയാലോ ചേട്ടാ? അപ്പോൾ നമുക്ക് ആദ്യം ഷോപ്പ് എവിടെയാന്ന് പറഞ്ഞു തുടങ്ങാം. ഷോപ്പ് മുരിങ്ങൂരാണ്. മുരിങ്ങൂര് ഡിവൈൻ അടുത്ത് തന്നെ, ഇംഗ്ലീഷ് സെക്ഷന്റെ അടുത്ത് ചേർന്നായിട്ട് തന്നെയാണ്. ചാലക്കുടി കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസുകൾ എങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇത് പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം. അതേട്ടോ, അപ്പൊ നമുക്ക് ഇത് ആദ്യം പരിചയപ്പെടാം. അപ്പൊ ഇത് എന്ത് മോഡലായിരുന്നു യേശുവിന്റെ? യേശുവിന്റെ പല വെറൈറ്റി മോഡലുകളുണ്ട്. പല പിക്ചറുകൾ, പല ടൈപ്പുകളുണ്ട്. അതെല്ലാം ഉള്ളിൽ LED ലൈറ്റ് ഉള്ള ടൈപ്പാണ്. ഗ്യാരണ്ടി കൊടുക്കുന്ന ലൈറ്റ്. ഇത് ഇപ്പൊ ഇതിനൊരു പേരിലുണ്ടാവല്ലോ. ഇതിപ്പോ ഡിവൈൻ ഗ്രേസ് അല്ല, ഇത് തിരുഹൃദയത്തിന്റെ ഇതെല്ലാം തിരുഹൃദയത്തിന്റെ ഇതാണുള്ളത്. ഇതെല്ലാം തിരുഹൃദയത്തിന്റെ മോഡലുകളാണ്. അത് പല വലിപ്പത്തിലുള്ളതുണ്ട്. ചെറിയ ടൈപ്പ് 1400 തുടങ്ങി അങ്ങനെ പല റേഞ്ചിലുള്ള ടൈപ്പ് ഉണ്ട്. പല വലിപ്പത്തിലുണ്ട്. ഇതാണ് ചെറിയ ടൈപ്പ് വരുന്നത്. അത് വേറൊരു മോഡല് വെറൈറ്റി ആണ്. ഫോട്ടോ ആണ്, പക്ഷെ ഇതേപോലെ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ്. ഇത് മലയിലെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് മോഡൽ വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനത്തെ 2 ഉണ്ടെന്ന് തോന്നുന്നു. പല ടൈപ്പ് ഉണ്ട്. അതിന് ഓരോ മോഡലുണ്ട്. എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. മാതാവിന്റെ ഉണ്ട്, പിന്നെ ഫോട്ടോ വരുന്ന യേശുവിന്റെ ഉണ്ട്. ഇത് പിന്നെ ഇത് ലൈറ്റ് തെളിയുന്നതാണോ? ചുമ്മാ ഷെല്ലുകൾ വെച്ചെന്താട്ടോ. അപ്പൊ അതുണ്ട്. പിന്നെ ഇത് യേശുവിന്റെ ചെറിയ ഫോട്ടോ ഫ്രെയിംസുകൾ ആണെങ്കിൽ അതുകൂടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് മൈക്കിളിന്റെ ഒരു പിക്ചർ ഉണ്ട്. ഇതാണ് ഡിവൈൻ മേഴ്സിയുടെ പിക്ചർ വരുന്നത്. ഇതൊക്കെ ഫോട്ടോ ഉള്ള ഫ്രെയിമുകളല്ലേ? എല്ലാം ഉള്ളിൽ ലൈറ്റ് വരുന്ന ഇത് നമ്മൾ കൊന്തയുടെ ഇതില് മാതാവിന്റെ ലൈറ്റ് വരുന്ന ഒരു ടൈപ്പാണ്. ആ ഒരു ടൈപ്പ് കൂടെ അവൈലബിൾ ആണ്. ഇതിന് ചെറുതുണ്ട്, ഇതിന്റെ വലുതുകളുണ്ട്, പല വെറൈറ്റികളുണ്ട്. ലാസ്റ്റ് സപ്പറിന്റെ ഇത് ലൈറ്റ് വരുന്ന നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ. ലാസ്റ്റ് സപ്പറിന്റെ ആ ഒരു ടൈപ്പ് കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ ഇങ്ങനത്തെ ഫോട്ടോസ്. ഇത് ലാസ്റ്റ് സപ്പറിന്റെ വലിയ പറഞ്ഞിരിക്കണ്ടല്ലോ അവിടെ. പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ആണ് വലിയ പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. 5 അടി നീളമുള്ള ടൈപ്പാണ്. ക്യാൻവാസ് പെയിന്റിംഗ് ആണ്. അത് പല വലിപ്പങ്ങളുണ്ട്. ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രെയിം ചെയ്യാത്ത ടൈപ്പുകളുണ്ട്. പല വലിപ്പത്തിൽ നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രെയിം ചെയ്യാത്ത ടൈപ്പ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രൂപങ്ങളല്ലേ? ഇത് 1.25 അടി, അതായത് ചെറിയ 8 ഇഞ്ച് തുടങ്ങിയുള്ള പല വലിപ്പങ്ങളുണ്ട്. ഇതൊക്കെ ഫൈബറിന്റെ ആണ്. 1.5 അടി 2 അടിയൊക്കെ വരുന്ന ടൈപ്പ്. മാതാവിന്റെ അല്ലേ? മാതാവിന്റെ ഉണ്ട്. പിന്നെ സെന്റ് ആന്റണി രൂപമുണ്ട്. തിരുഹൃദയം, അങ്ങനെയുള്ള പല ടൈപ്പ് രൂപങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് രൂപങ്ങൾ. ഇത് ലാസ്റ്റ് സപ്പറിന്റെ വേറെ മോഡലാണ്. അത് ഇങ്ങനെ തടി കൊണ്ട് ഇൻലേ വർക്ക് ചെയ്യുന്നതാണ്. അത് ഇതല്ലേ? ഫുള്ള് തടിയാണത്. ഈ തടിയിൽ ഇങ്ങനെ ചെയ്തെടുക്കണം, കട്ട് ചെയ്തിട്ട് അതിൽ ഇറക്കി വെക്കുന്നതാണ് ടൈപ്പ്. ഫൈബറിന്റെ പീസുകൾ തടിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന്റെ വർക്ക് ചെയ്യുന്നതാണ്. അത് ഇൻലേ വർക്ക് ആണ്. അതിന്റെ പല മോഡലുകളുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ലാസപ്പറിന്റെ വേറൊരു മോഡൽ. അതിന്റെ പല കളർ ചേഞ്ചുകളുണ്ട്. ഇതിപ്പോ ഗോൾഡ് കളർ, പിന്നെ സിൽവർ ഉണ്ട്,
സിൽവർ അതിന്റെ ചെറുതും വലുതും അങ്ങനെ പല വലിപ്പങ്ങളുണ്ട്. പല വലിപ്പങ്ങളിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് കൊന്തകൾ, വലിയ കൊന്തകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് മോഡലായിരുന്നു ഇതൊക്കെ? അത് ബീഡ്സ് എണ്ണം കൂടുതൽ ടൈപ്പാണ്. 250 ബീഡ്സിന്റെ റോസറി ഉണ്ട്, പിന്നെ 1000 ബീഡ്സിന്റെ ഒറ്റ റോസറി ആയിട്ട് തന്നെ 1000 ബീഡ്സിന്റെ ഉണ്ട്. ഇതൊക്കെ ഫോട്ടോ റോസറികൾ പല ടൈപ്പ്, റേഡിയം ടൈപ്പ് ഉള്ള ടൈപ്പൊക്കെ. ഇതാണ് റേഡിയം ടൈപ്പ്. റേഡിയം ടൈപ്പ് വലിയ കൊന്തകളുടെ നമുക്ക് അത് നൈറ്റ് ഇരുട്ടിൽ ശരിക്കും തെളിഞ്ഞ് കാണുന്ന ടൈപ്പ് മോഡലുകൾ. ടൈപ്പ് ആ ഒരു ടൈപ്പ് റോസറികൾ ഇവിടെ അവൈലബിൾ ആണ്. 1000 മണി ഉണ്ടോ? 1000 മണിയുടെ ഇത് ഒറ്റ കൊന്തയാണത്. ഒറ്റ കൊന്തയിലാണ് 1000 മണി വരുന്നതാണ്. ആ ഒരു ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ പല ടൈപ്പ് രൂപങ്ങളും ഫോട്ടോ ഫ്രെയിമുകളും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് യേശുവിന്റെ കാർവിംഗ് കുമ്മിഴ് തടിയിൽ ചെയ്തിട്ടുള്ളത് കാർവിംഗ് ആണ്. ഒറ്റ തടിയിൽ അതിന്റെ പല വലിപ്പങ്ങളുണ്ട്. ഇതിപ്പോ 12 ഇഞ്ചിന്റെ ഒറ്റ തടിയില്ല. ഈ ബാക്കിലുള്ള ക്രോസ് വേറെ പീസ് ആയിരിക്കും, ഹെഡ് മാത്രം ഒറ്റ പീസിലാണ്, ബേസ് വേറെ പീസ്. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്. ഇത് ഇൻഫന്റ് ജീസസിന്റെ രൂപമാണല്ലോ. ഇത് എത്ര അടിയാണ് വരുന്നത്? ഇതൊക്കെ 12 ഇഞ്ച് ഒരു അടിയിലെ വരുന്ന ടൈപ്പ്. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്. അത് 8 ഇഞ്ചിന്റെ ഉണ്ട്, 10 ഇഞ്ചിന്റെ ഉണ്ട്, 15, 18 അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ചെറിയ രൂപക്കൂട് മോഡലായിട്ട് 3 സ്റ്റെപ്പായിട്ട് ചെറിയൊരു രൂപക്കൂടാണല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാൻ പറ്റിയ ഇതാണ്. ചെറിയ രൂപക്കൂടുകൾ വരുന്നുണ്ട് അവിടെ. അതും രൂപക്കൂടുകളാണ്. ആ രൂപങ്ങളൊക്കെയാണ് ബാക്കിൽ കാണുന്നത്. അതിന്റെ രൂപക്കൂട് ഇതിങ്ങനെ ചെറിയ ചെറിയ ബോക്സുകൾ, ഗിഫ്റ്റ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ചെറിയ വുഡിന്റെ ബോക്സുകൾ, അങ്ങനെയുള്ള ബോക്സുകളുണ്ട്. ഇതൊക്കെ ബോക്സ് ഐറ്റംസ്. ഇത് ബൈബിൾ സ്റ്റാൻഡ്. ഇത് വുഡിൽ വരുന്ന അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബൈബിളൊക്കെ വെക്കാവുന്ന ടൈപ്പ്. ഇതും ബൈബിൾ സ്റ്റാൻഡുകൾ തന്നെ. ഇതൊക്കെ മരത്തിന്റെ ബൈബിൾ സ്റ്റാൻഡുകളാണ്. ധൂപ് കത്തിക്കാനായിട്ടുള്ള ടൈപ്പ് മോഡൽ. ഇതിങ്ങനെ കുന്തിരിക്കണോ? അതോ കുന്തിരിക്കും പോയിക്കാനില്ല. ഈ ധൂപ് ഉണ്ടല്ലോ, ഇൻസെൻസ് ഒക്കെ ഇത് പോയിക്കാനായിട്ടുള്ള ഊതും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. ഇതിനുള്ളിൽ പുക ഇങ്ങനെ വരും. ഇത് ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ്. ചന്ദനത്തിരി നമ്മൾ കത്തിച്ചിട്ട് അവിടെ വെക്കുമല്ലോ. അതിങ്ങനെ പാരലായിട്ട് ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ സൈഡ് ഹോൾ ഉണ്ട്. കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് ഒക്കെ ഇതിലേക്ക് വീഴുകയും ചെയ്യും. പുക രണ്ട് വലിപ്പമുണ്ട്. വലിയതുണ്ട് ചെറുതും ആ ഒരു അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മരത്തിന്റെ കൊന്ത, ഫോട്ടോ റോസറികൾ, മരത്തിന്റെ കൊന്തകൾ വരുന്നുണ്ട്. പല ടൈപ്പ് ഉണ്ട്, പല കളറുകളുണ്ട്. മരത്തിന്റെ ടൈപ്പ്, ഒലിവിന്റെ ടൈപ്പ് വരുന്ന കൊന്തകളാണുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വേളാങ്കണ്ണി മാതാവിന്റെ വലിയൊരു 3.5 അടി വരുന്ന ടൈപ്പ് വലിയ രൂപങ്ങൾ, ചെറിയ രൂപങ്ങളോട്ട് ഉണ്ട് ഇവിടെ. വലിയ രൂപങ്ങൾ, ചെറിയ കുറെ സൈസുകളുണ്ട് കേട്ടോ. അത് ഇത് വരുന്നത് ഇത് ഔസപിതാവിന്റെ വലിയൊരു രൂപമാണ്. 3 അടി വരുന്ന ടൈപ്പ്. 3 അടി വരുന്ന ടൈപ്പാണ്. അത് വേളാങ്കണ്ണി മാതാവ്. പിന്നെ അത് സെയിം ആണ് ഔസപിതാവിന്റെ. പിന്നെ ഇത് ജീസസിന്റെ ഒരു രൂപമുണ്ട്. പല കളറുണ്ട്. 2 കളറല്ല, വേറെ 4 കളറുണ്ട്. അപ്പൊ ഇത് സിൽവർ, ഐവറി ഗോൾഡും, ഇത് റെഡും വൈറ്റും കോമൺ ആയിട്ട് പോകുന്ന ഒരു കളറുകൾ. പലരും വെറൈറ്റി ചോദിക്കുന്നവരുണ്ട്. അവൈലബിൾ ആണ് ആ ഒരു സംഭവം. പിന്നെ ഫോട്ടോ ഫ്രെയിംസുകൾ ഇവിടെ ഒരുപാട് പല സൈസിലും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഇവിടെ ഉണ്ട്. അത് 3D പിക്ചറുകളാണ് അത് ആയിരിക്കുന്നത്. ഇത് 3D പിക്ചേഴ്സ്. 3D പിക്ചറുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മൊത്തം ഒരു വെറൈറ്റി കാണുമ്പോൾ തോന്നുന്ന സെറ്റപ്പാണ് 3D പിക്ചർ. പിന്നെ അത് ഡിവൈൻ മെഴ്സിയുടെ ഒരു ക്രിസ്റ്റലൊക്കെ വെച്ചിട്ടുള്ളതല്ലേ ഇങ്ങനെ വരുന്നത്. ആ ഒരു മോഡല് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇതില് യേശുവിന്റെ മാതാവിന്റെ നെറ്റിപ്പട്ടങ്ങൾ വലിയ നെറ്റിപ്പട്ടാണ് യേശുവിന്റെ ഇത് വെച്ചിട്ട് വരുന്നത് കേട്ടോ. ഇതും അത് തന്നെയാണ്. ഇതാ യേശുവിന്റെ രൂപം നടുക്ക് വെച്ചിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഇറങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ യേശുവിന്റെ വെച്ചിട്ട് വരുന്നതും. പലരും ചോദിക്കുന്നുണ്ട്, പല വലിപ്പത്തിലുള്ള ഉണ്ടത്. ഇതിപ്പോ 2 അടിയുടെ, അത് 1.5 അടി, 1 അടിയിലൊക്കെ എല്ലാ വലിപ്പത്തിലും ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ കുറെ ഇങ്ങനെ കുരിശുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് മോഡല് കുരിശുകളാണ്? ഇത് മെറ്റലിന്റെ ആണ്. ഗോൾഡ് കളർ, സ്റ്റീൽ ഒക്കെ എല്ലാം മെറ്റലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ രൂപക്കൂടിലൊക്കെ വെക്കാൻ പറ്റിയ ബെനഡിക്റ്റിൻ ക്രോസുകളാണ് അതൊക്കെ എല്ലാം. ഇത് സ്റ്റാൻഡിങ് ടൈപ്പ് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ഹാങ്ങിങ് ഉണ്ട്. എല്ലാ വലിപ്പങ്ങളും ഉണ്ട് ഇതിന്റെ. ഓക്കെ, അതിന്റെ പല സൈസും ഉണ്ടെന്നുള്ളത്. ചെറുതും ഉണ്ട്, ഇത് പല ടൈപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. പല വലിപ്പങ്ങൾ വരുന്നുണ്ട്. റേഡിയന്റ് ആണ്. ഇത് റേഡിയം ടൈപ്പ് ആണ്. റേഡിയം
ആ ഒരു രാത്രി കത്തുന്ന ആ ഒരു ടൈപ്പ് അതുണ്ട് നൈറ്റില്. പിന്നെ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഏഞ്ചലുകളാണല്ലേ, പല മോഡലുകൾ ഏഞ്ചലുകളുണ്ട്. ഇത് ഒരെണ്ണം. പിന്നെ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. കണ്ടോ, കളർ ചേഞ്ച് വരുന്നത് അതിൻ്റെ ഉണ്ട്. പിന്നെ സെയിം തന്നെ അത് പല ടൈപ്പുകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതൊരു ടൈപ്പാണ്. ഇത് എന്ത് പോളിമാർബിൾസ് ആണ്. എല്ലാം പോളിമാർബിളുകളാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോഡലൊക്കെ രൂപക്കൂട്ടിന്റെ സൈഡില് രണ്ട് സൈഡിലും വെക്കാവുന്ന ടൈപ്പ്. അതായത് രൂപക്കൊണ്ട് ഒരു സൈഡ് സൈഡ് ഇങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റിയ അങ്ങനത്തെ മോഡലുകളാണ് കേട്ടോ. പിന്നെ ഇത് ഏഞ്ചലാണ് കേട്ടോ. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏഞ്ചല്, ചെറിയ ചെറിയ ഏഞ്ചലുകളുടെ രൂപങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് പിന്നെ മെഴുകുതിരി സ്റ്റാൻഡ്, ക്രിസ്റ്റൽ ടൈപ്പുകൾ വരുന്നത്, ക്രിസ്റ്റൽ ടൈപ്പ് മെഴുകുതിരി സ്റ്റാൻഡ് വരുന്നത്. അതിന്റെ പല കളറുകളാണ് ഇവിടെ കാണുന്നത്. ഇതും മെഴുകുതിരി സ്റ്റാൻഡ് തന്നെയാണ്. ഇതിങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഫ്ലോട്ടിംഗ് ടൈപ്പ് തിരിയിട്ടിട്ട് കത്തിക്കുന്ന ടൈപ്പ് ആയിട്ട് തന്നെ. അതിന്റെ പല കളറുകളുണ്ട്. അങ്ങനത്തെ വരുന്ന മോഡലാണ് അത്. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അതൊക്കെ LED ക്യാൻഡിലുകൾ. അത് ഇലക്ട്രിക്കലിൻ്റെ ഉണ്ട്, മറ്റേ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് കൊടുക്കാവുന്ന ടൈപ്പ് ഉണ്ട്. അത് കൂടാതെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പുകളും സാധാ ബാറ്ററി ഉണ്ടല്ലോ, ഈ ഇതിലിടുന്ന ബാറ്ററി ഉണ്ട്, റിമോട്ടിലിടുന്ന ടൈപ്പ് ബാറ്ററി. ഇതൊക്കെ അങ്ങനെയുള്ള ടൈപ്പ്. പിന്നെ ഇത് ക്യാൻഡിൽ സ്റ്റാൻഡ്, 7 സ്റ്റെപ്പിന്റെ നല്ല ക്യാൻഡിൽ സ്റ്റാൻഡ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും ക്യാൻഡിൽ സ്റ്റാൻഡ് തന്നെ, ബ്രാസിന്റെ. ഇതിങ്ങനെ 3 സ്റ്റെപ്പിന്റെ വരുന്ന ക്യാൻഡിൽ സ്റ്റാൻഡ്, അതും അവൈലബിൾ ആണ്. ഇതും ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ക്യാൻഡിൽ സ്റ്റാൻഡുകളാണ്. ഇത് ക്യാൻഡിൽ സ്റ്റാൻഡിനല്ലേ? അത് ക്യാൻഡിൽ സ്റ്റാൻഡ് മറ്റേ ടീ ലൈറ്റ് ഉണ്ട്, മറ്റേ കപ്പ് തിരി ഉണ്ടല്ലോ, ആ ടൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. ഇത് സ്റ്റീലിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡുകളുണ്ട്. അത് നേരത്തെ നമ്മൾ കണ്ടുപിടുത്ത സ്റ്റീലിന്റെ ക്യാൻഡിൽ സ്റ്റാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കൊന്തകളല്ലേ, ചെറിയ ചെറിയ ഇത് എന്ത് ടൈപ്പ് കൊന്തയായിരുന്നു? ഇത് ഗോൾഡ് പ്ലേറ്റഡ് ടൈപ്പ് കൊന്തകളൊക്കെ വരുന്നത്. ഇതൊക്കെ നമുക്ക് നോർമലി എന്തിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്? ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും പറ്റുന്നല്ല, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ കൊന്തകളാണ്. ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ. ഇതൊക്കെ എത്ര മുതലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ടാവും കൊന്തകൾ? അത് 70 രൂപ ഞങ്ങളുടെ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ 140 രൂപ വരുന്ന ടൈപ്പിന്റെ ഇതിന്റെ. പിന്നെ പല എല്ലാം ഇതാണ്, മെറ്റൽ കൊന്തകളാണ് എല്ലാം. മെറ്റലിന്റെ കൊന്തകളാണത്. ഇത് മെറ്റലിന്റെ കൊന്തകളാണ് ഇരിക്കുന്നത്. മെറ്റൽ ടൈപ്പ് കൊന്തകളുണ്ട്. ഇത് വുഡിന്റെ ആണല്ലേ? എല്ലാം കെട്ട് മാത്രം ഞാൻ ഉദ്ദേശിച്ചത്, മെറ്റൽ ഉദ്ദേശിക്കുന്നത്. മറ്റേത് നൂല് കോട്ടൺ ടൈപ്പ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇതിന്റെ കെട്ട് വരുന്നത് അതായത് സിൽവർ കളറിൽ വരുന്നതാണ് കെട്ട് വരുന്നത്. അതൊക്കെ മെറ്റലിലാണ് വരുന്നത് കേട്ടോ. അതെ, അങ്ങനത്തെ ടൈപ്പ് കൊന്തകളാണ് ഇവിടെ ഉള്ളത്. പല കളറിലും അവൈലബിൾ ആണ്. പിന്നെ ഇതും അങ്ങനത്തെ അതിന്റെ ബീഡ്സ്, അതായത് മണി വുഡിലും ബാക്കിയുള്ളത് ഇതിൽ വരുന്നതാണ്. പിന്നെ ഇത് വേറെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡല് ഒരു കൊന്തയാണ്. കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ നമുക്ക് കുർബാന സ്വീകരണം അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റിയ കൊന്തകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പൊ കൊന്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറെ നൂലിന്റെ കൊന്തകൾ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നല്ല 33 മണിയുടെ മണി കൊന്തയാണ്. ഇത് 7 മണിയുടെ കൊന്തകള്, 7 ബീഡ്സ്. ഇത് 7 ബീഡ്സ് ഉണ്ട്. പിന്നെ അത് അങ്ങനെ ചെറിയ കൊന്തകളൊക്കെ ത്രെഡ് ഉള്ള ടൈപ്പ്, ചെറിയ നീളം പറഞ്ഞിട്ടുള്ള ടൈപ്പ് കൊന്തകളാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിലിടാനായിട്ട് നീളം കുറച്ചിട്ട് വണ്ടിയിലിടുന്ന കൊന്തകളാണല്ലോ. നീളം ഇല്ലാണ്ട് തന്നെ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ലെങ്ത് കുറച്ചിട്ടുള്ള ടൈപ്പുകൾ കൊന്തകളാണ് ഇവിടെ വരുന്നത്. പിന്നെ അങ്ങനെ വുഡിന്റെ മെറ്റീരിയൽ വരുന്ന ടൈപ്പ് കൊന്തകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. പല ടൈപ്പ് കൊന്തകൾ അവൈലബിൾ ഉണ്ട്. ക്രിസ്റ്റലിന്റെ ടൈപ്പ് കൊന്തകളുണ്ട്. പിന്നെ ഇത് ചെറിയ 10 ബീഡ്സിന്റെ പല ടൈപ്പിലുണ്ട് കേട്ടോ. അതെ, ഇങ്ങനത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ, ഇതുണ്ട്. പിന്നെ അത് വേറൊരു വെറൈറ്റി, ഇത് ക്രിസ്റ്റൽ വരുന്ന ടൈപ്പ് ഇതുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ വലിയ ബീഡ്സ് വേണ്ടവർക്ക് ക്രിസ്റ്റലിന്റെ ആ ഒരു പിന്നെ ബ്ലാക്ക് ബീഡ്സിൽ വരുന്നത് അതുണ്ട്, അത് അവൈലബിൾ ആണ്. അങ്ങനെ കൊന്തകൾ ഒരുപാട് ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ വെറൈറ്റി കൊന്തകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മേള് പരിശുദ്ധാത്മാവിന്റെ ഇതില് നമ്മൾ രൂപക്കൂടുമ വെക്കുന്നല്ലേ, ചെറുതൊട്ടുണ്ട് കേട്ടോ. അത് ഇതൊക്കെ ചെറുത് എത്ര രൂപയ്ക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യണ്ടാവുക? 140 തുടങ്ങി 140, 190,
തുടങ്ങി അതിന്റെ ചെറുതുണ്ട് 60 രൂപയ്ക്ക് ഉണ്ട്, 60 രൂപയുടെ അവൈലബിൾ ആണ്. അത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വലിയത് വരെ ഉണ്ട്. ഡിസ്പ്ലേ ചെയ്തിട്ടാണുള്ളൂ. ഇത് 2 കളറിൽ വരുന്നതാണ്, ഇത് സിംഗിൾ കളറിൽ വരുന്നത്. 3-4 കളറുണ്ട്. 3 കളർ അവൈലബിൾ ആണ്. അങ്ങനെ പല ടൈപ്പിൽ വരുന്ന ഇതുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ക്രോസുകളാണ്, ബോക്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മളവിടെ കണ്ട ക്രോസുകളാണ്. അതിങ്ങനെ ബോക്സിലാക്കി ഹാങ്ങിങ് ടൈപ്പുകളാണ്. ഹാങ്ങിങ് ടൈപ്പ്. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്. 8 ഇഞ്ചിന്റെ 10-12 ഇഞ്ച് അങ്ങനെ പല വലിപ്പങ്ങളും അവൈലബിൾ ആണ്. അത് ഇത് കണ്ടോ, സ്റ്റാൻഡ് വരുന്നതല്ല, അതിന്റെ സ്റ്റാൻഡ് വരുന്ന ടൈപ്പ് അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് മറ്റേ മെഴുകുതിരി സ്റ്റാൻഡിന്റെ മെഴുകുതിരിയുടെ അതിന്റെ ഗ്ലോബുകൾ പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പ് ഗ്ലോബുകളുണ്ട്. ഇതൊക്കെ സിൽവർ കാണാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. പല കളറുകളുണ്ട്. ഇതെന്തായിരുന്നു സംഭവം? ബോക്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ റോസരിക്കോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അതുണ്ട്. പിന്നെ മെഴുകുതിരികള് പല ടൈപ്പ് ഉണ്ട്. കാൻഡിൽസ് കുറേ മോഡലുണ്ട്. ഇത് വെറൈറ്റി കാൻഡിലാണ്, ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള കാൻഡിലാണ് അങ്ങനത്തെ. ഇത് പിന്നെ പിരിയന്തിരി എന്ന് പറയുന്ന എന്തെങ്കിലും പരിപാടിക്കൊക്കെ അതായത് യൂസ് ചെയ്യാൻ പറ്റിയ അതിന്റെ പല കളറുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വലിയ പില്ലർ ക്യാൻഡിലുകൾ ഉണ്ട്. അതിന് തന്നെ ചെറുതും സൈസ് പല വ്യത്യാസങ്ങളുള്ളത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ ഇത് സെറ്റ് വരുന്നതല്ലേ, എല്ലാം സെപ്പറേറ്റ് തന്നെ. സ്റ്റാൻഡ് വേറെ, ഇത് നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തുള്ളൂ. അതെ, കുറെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡുകൾ. മെഴുകുതിരി സ്റ്റാൻഡുകൾ ഇവിടെ നോക്കുകയാണെങ്കിലും ഇത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുണ്ട്. നമുക്ക് ഇനി ഇത് തിരുക്കുടുംബത്തിന്റെ അല്ലേ? ഇത് എന്ത് മെറ്റീരിയൽ ആയിരുന്നു? എല്ലാം പോളി മാർബിൾ ആണ്. പോളി മാർബിൾ കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. പല പല സൈസ് ഉണ്ടല്ലോ ഇതിൻ്റെ. ഇത് ചെറുത്, കുറച്ചും കൂടെ വലുത്, പിന്നെ അതിന് കുറച്ചുകൂടെ വലുത്, അങ്ങനെ സൈസുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് പല കളറിലും ഉണ്ട്. ഇത് ഈ കളറിന് എന്തിട്ടാ പറയാ നമ്മള്? വുഡിന്റെ കളറൊക്കെ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ ഐവറി ഗോൾഡ്. അതിന്റെ തന്നെ 3 സൈസ് ആണ്. പിന്നെ ഇത് മൾട്ടി കളർ വരുന്ന അതിന്റെ തിരുക്കുടുംബത്തിന്റെ രൂപങ്ങളാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഔസേപിതാവ്, യേശു, മാതാവ്. ഇത് ഇത് മെറ്റീരിയൽ പോളിറെസിൻ, ഇത് പോളി മാർബിൾ, പോളി മാർബിൾ ആണ്. ഇത് അതിന്റെ പല സൈസുകളിലും വരുന്നത് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഡിവൈൻ അതിന്റെ രൂപമാണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുണ്ട്. പിന്നെ നേരത്തെ നമ്മള് കണ്ടത് ഇതൊക്കെ എത്ര അടിയുടെ ആയിരുന്നു? ഇതൊക്കെ ഏറ്റവും താഴെ ഇരിക്കുന്നത് 1 അടിയുടെ ആണ്. അതിന്റെ മുകളിൽ 15 ഇഞ്ച്, പിന്നെ 18 ഇഞ്ച്, അങ്ങനെ പല ടൈപ്പിൽ വരുന്നതാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് മാതാവായിരുന്നു? ഇത് ഫാത്തിമ മാതാവിൻ്റെ. ഇത് പോളി മാർബിൾ തന്നെയാണോ? പോളി മാർബിൾ ആണത്. ആ ഒരു ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മുകളിൽ കണ്ടോ, അത് ഇൻഫന്റ് ജീസസ് അല്ലേ? ഇൻഫന്റ് ജീസസിന്റെ നല്ല അടിപൊളി ഒരു പോളി മാർബിളിലുള്ള അത്യാവശ്യം സൈസുള്ള രൂപങ്ങളാണത് ഇവിടെ ഉള്ളത്. പല സൈസ് രൂപങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കുരിശ്, ഇത് കോക്കനട്ട് വുഡിന്റെ ആണല്ലോ. കോക്കനട്ട് വുഡിന്റെ ഇതൊക്കെ ആ മോഡൽ തന്നെയല്ലേ ഇരിക്കുന്നത്? പല മോഡലുകളാണ്. ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര രൂപയായിരിക്കും വരുന്നുണ്ടാവും? 60 രൂപ തുടങ്ങിയിട്ടുള്ള ടൈപ്പുകളുണ്ട്. ചെറുത് തുടങ്ങി കാറിലൊക്കെ ആവുന്ന ടൈപ്പ് ഒക്കെ ഉണ്ടാവും. കാറിലൊക്കെ വെക്കാവുന്ന ടൈപ്പ് ചെറുതൊക്കെ ചെറുത് വെക്കാവുന്ന ടൈപ്പ് മെറ്റലിന്റെ വേറെ ഉണ്ട്. അത് നമുക്ക് അവിടെ എത്തുമ്പോ കാണാം. അപ്പൊ ഇത്രയും തേക്കിന്റെ വുഡിന്റെ ഉണ്ട്. ഇതാണല്ലോ തേക്കിന്റെ വുഡിന്റെ വരുന്നത്. തേക്കിന്റെ വുഡിന്റെ വരുന്ന ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നേരത്തെ കണ്ട പോലത്തെ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് ക്യാൻഡിൽ സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. പിന്നെ ബുക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇവിടെ. അത്യാവശ്യം പ്രയർ ബുക്കുകൾ, ബൈബിള് അങ്ങനെയുള്ളത് മാത്രം. കൂടുതൽ ബുക്സുകളില്ല. പ്രയർ ബുക്കുകളും അത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പ്രയർ ബുക്കുകൾ. അതുപോലെ ബൈബിളും മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പ്രയർ ബുക്കുകളുണ്ട്. പിന്നെ ബൈബിൾ കോമിക്സ് എന്ന് പറഞ്ഞാൽ പിക്ചർ അടക്കമുള്ള ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ളതുണ്ട്. പഴയ നിയമം, പുതിയ നിയമം ഒക്കെ വരുന്നത് കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ അതുണ്ട്. പിന്നെ നമുക്ക് ഇത് ബൈബിൾ സ്റ്റാൻഡുകളാണ്. ചെറിയ ടൈപ്പുകൾ തുടങ്ങി ഏറ്റവും ചെറുത് വരുന്നത് ബൈബിൾ സ്റ്റാൻഡുകൾ. ചെറിയ ബൈബിൾ ചോദിക്കാറുണ്ട്. ആ ഒരു ടൈപ്പ് മുതൽ ഇവിടെ അവൈലബിൾ ആണ്. ബൈബിൾ സ്റ്റാൻഡുകൾ ഇവിടെ ഉണ്ട്.
പിന്നെ ഇത് അന്നം വെള്ളം ആനമ്പൽ തെളിക്കുന്നത് തെളിക്കുന്ന ഇതാണ്. ഇത് സ്റ്റാർട്ടിങ് ഒക്കെ എത്രയായിരിക്കും? 190 തുടങ്ങിയുള്ള ടൈപ്പുകളുണ്ട് സ്റ്റാർട്ടിങ് വരുമ്പോ കേട്ടോ. ഇത് പള്ളികളിലേക്കൊക്കെ പള്ളിയിലേക്ക് വീട്ടാവശ്യത്തിലേക്ക് വീട്ടാവശ്യത്തേക്കും നമുക്ക് ഒഴിച്ചു വെച്ച് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആയിരിക്കും, നല്ല ഇച്ചിരി കോസ്റ്റ് ആയിരിക്കും. അത് അത് 500 മേലൊക്കെ റേഞ്ചിൽ പോകുന്ന ടൈപ്പ് ആയിട്ട്. ഇത് പിന്നെ കുന്തിരിക്കും ധൂപം കുന്തിരിക്കും പോക്കാനായിട്ട് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉള്ളിട്ടിട്ട് കണ്ണിലിട്ട് പോക്കുക. അതിന്റെ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിട്ട് വരുന്ന ടൈപ്പാണ് അത്. ഇത് അപ്പൊ ഇതൊക്കെ എത്രയായിരിക്കും വരണ്ടാവുക? ഇതാവുമ്പോ 300 രൂപ വരുന്ന ടൈപ്പ്. 300 വരുന്നുണ്ട്. അതിന്റെ വേറെ ഇങ്ങനെ ഹാങ്കിങ് ടൈപ്പ് വരുന്ന ടൈപ്പ്, ആ ഒരു ടൈപ്പ് വരുന്നതും കുന്തിരിക്കും പോക്കുന്ന ടൈപ്പ് അതുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനത്തെ സംഭവങ്ങളോട് അവൈലബിൾ ആണ്. പിന്നെ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് തിരുക്കുടുംബത്തിന് നല്ലൊരു രൂപമുണ്ട് കേട്ടോ അവിടെ. അത് അങ്ങനത്തെ കുറേ ഇത് എല്ലാം പോളിറസിനാണ് വന്നത്. പോളി മാർബിളിലാണ് വന്നത്. ഇത് മാലാഖയുടെ ഇതുണ്ട്, ഇതാ മാലാഖമാരുണ്ട്. പിന്നെ തിരുക്കുടുംബം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇത് പല കളറിലും അവൈലബിൾ ആണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അത് കണ്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉള്ള പ്രിന്റിങ്ങും എല്ലാം പെയിന്റിങ്ങും എല്ലാം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ഇത് മാതാവിൻ്റെ ഒക്കെ വലിയ രൂപം, മാതാവിൻ്റെ യേശു, ഇതൊക്കെ എത്ര അടിയായിരുന്നു? അത് 1.5 അടി വരുന്നത്. ഇതൊക്കെ 1.5 അടിയുടെ രൂപങ്ങളാണ്. മുകളിലുണ്ട്, കുറേ ഉണ്ട് 1.5 അടിയുടെ രൂപങ്ങൾ. ഇത് 1.5 അടി, 1.5 അടി തന്നെ ഉണ്ടത്. അത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്തായിരുന്നു? അതിങ്ങനെ ബോക്സിലേക്ക് വണ്ടിയിലൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസുകളാണ്. ഇതാണല്ലോ വരുന്നത്, ഇങ്ങനത്തെ മോഡൽ വരുന്നതാണ്. അത് വരുന്ന ടൈപ്പാണ്, വണ്ടിയിലൊക്കെ വയ്ക്കാനായിട്ട് കാറിലൊക്കെ വെക്കാനായിട്ട് പറ്റിയ. ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്രയായിരിക്കും മഞ്ഞ ഉണ്ടാവുക? 140 ആയിരിക്കട്ടെ ഇതിന്റെ സ്റ്റാർട്ടിങ് മഞ്ഞ ഉണ്ടാവുക, കാറിൽ വെക്കാൻ പറ്റിയത്. പിന്നെ അത് യേശുവിന്റെ, ഇത് കാറിൽ വെക്കാൻ പറ്റിയത് തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, ഇതിങ്ങനെ നൈറ്റ് ലാമ്പായിട്ട് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ നൈറ്റ് ലാമ്പായിട്ട്, അതായത് ഡയറക്റ്റ് പിന്നില് കുത്തി വെച്ച് കഴിഞ്ഞാൽ കത്തി കിടക്കും. ആ ഒരു ടൈപ്പാണ്. ആ ഒരു ടൈപ്പ് ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര രൂപ വരും? അത് 80 രൂപ ടൈപ്പാണ്. 80 രൂപ മുതലുണ്ട് കേട്ടോ, ആ ഒരു ഇതുണ്ട്. പിന്നെ അത് ഇതൊക്കെ സെന്റ് മൈക്കിളിന്റെ രൂപങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു മോഡലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഹോളി വാട്ടർ സൂക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ, അതുണ്ട് ഇവിടെ. ഇതൊക്കെ എന്തായിരുന്നു? ഇതിങ്ങനെ കുന്തിരിക്കും പോയിക്കാനുള്ള കരിയാണത്. കരി. അതെങ്കിലും 12 പീസ് ഉണ്ടാവും. അത് നമ്മൾക്ക് ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും, ഇങ്ങനത്തെ 12 പീസ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതായിരിക്കും സ്റ്റാൻഡ്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കരി കത്തിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ കുന്തിരിക്ക് ഇട്ടെടുത്താണ്. അപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തേക്ക് തന്നെ പോകുന്നത്. അത് നമ്മൾ കൈ പിടിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഇതാണ്. ഇതിന് 35 രൂപ നമുക്ക്